ആ 5 മന്ത് ഓൺലൈൻ ക്ലാസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മള് ഫോർത്ത് ഇയർ വരെ പഠിച്ചതൊന്നും അല്ല. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു എക്സാം ബേസ്ഡ് നോളജ് കിട്ടണം എന്നുണ്ടെങ്കിൽ സാറിന്റെ വേ ഓഫ് എഡ്യൂക്കേഷൻ, വേ ഓഫ് ടീച്ചിങ്ങിലൂടെയാണ് എനിക്ക് മീൻസ് ടോപ്പിക്സ് എങ്ങനെ ഈസി ആയിട്ട് കൺവേ ചെയ്യുന്നുള്ളത് സാറ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. ഞാൻ ക്രാഷ് കോഴ്സിന് വരുമ്പോൾ സാറിന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ നോട്ട്സ് അത്യാവശ്യം നോക്കിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരുവിധം സാറ് പറയുമ്പോൾ ബ്ലണ്ടർ അടിച്ചിരിക്കാതെ എനിക്ക് ടോപ്പിക്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സാറിന്റെ ക്രാഷ് കോഴ്സ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ ക്രാഷിൽ കാണിക്കുന്ന ക്വസ്റ്റ്യൻസും ക്രാഷിൽ വരുമ്പോൾ നമ്മൾക്ക് ഹാർഡുകാർക്ക് സ്പെഷ്യൽ ആയിട്ട് സാറ് ഫ്ലൈഡ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും. എനിക്ക് അതിന്ന് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഹാദിന് 150 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 140 എബോവ് ക്വസ്റ്റ്യൻസ് സാർ എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത്, എന്താണോ സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അത് മാത്രമേ എനിക്ക് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് 3 മണിക്കൂറിന്റെ എക്സാം ഒരു 85 മിനിറ്റ്സ് ആകുമ്പോഴേക്കും എക്സാം കംപ്ലീറ്റ് ആയി. ബാക്കി ഫുള്ള് ഞാൻ ഫസ്റ്റ് തൊട്ട് ക്വസ്റ്റ്യൻസ് ഫുള്ള് റിവൈസ് ചെയ്ത് വീണ്ടും നോക്കി കൺഫേം ആക്കി 2 മണിക്കൂർ ആകുമ്പോഴേക്കും എക്സാം കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റി. ഇറങ്ങുമ്പോഴേ ഉറപ്പായിരുന്നു പാസ് ആണ് എന്നുള്ളത്. അത്രയും കോൺഫിഡന്റോടെ എനിക്ക് എക്സാം എഴുതാൻ പറ്റി. അപ്പൊ ഇനിയിപ്പോ ഹാദ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുന്നവര് സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും മേടിക്കണം. കാരണം ഹാദ് അത്യാവശ്യം കുറച്ച് ടഫ് ഉള്ള എക്സാം തന്നെയാണ്. അതുകൊണ്ട് തിയറി നല്ല നോളജ് ഉണ്ടാക്കണം. അപ്പൊ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് 1 2 തവണ വായിച്ചിട്ട് മാത്രം ക്രാഷിന് പോവുക. അതാവുമ്പോ സാറ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വേർഡ്സ് ഫെമിലിയർ ആവും. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അല്ലാതെ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് പഠിച്ചിട്ട് പോവുക. ഒരു ക്രാഷിൽ ഒരിക്കലും ഹാദിൽ പോയി എക്സാം എഴുതാൻ നിൽക്കരുത്. മിനിമം 2 3 ക്രാഷ് എടുത്ത് അത്രയും നല്ലതാണ്. ഞാൻ 2 ക്രാഷ് കണ്ടിന്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഇരുന്ന് പഠിച്ച് സ്ലൈഡ് ആണെങ്കിലും നല്ലോണം ഫോക്കസ് ചെയ്ത് സ്ലൈഡ് ഡിസ്കസ് ചെയ്തെല്ലാം പഠിച്ചാണ് എക്സാം എഴുതിയത്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഹാദ് എഴുതുന്നവര് 2 ക്രാഷ് മിനിമം അറ്റൻഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നോക്കിയിട്ട് പോകണം. താങ്ക് യു സർ. അപ്പൊ ഞാനിപ്പോ അബുദാബിയിൽ എത്തി.